നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. അതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. എല്ലാവരും മനസ്സ് കൂളാക്കി വെച്ചിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി റീഡിംഗ് കാണാം. നയൻ ഓഫ് സോഡ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് അവർ. അതായത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഈ റിലേഷനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ എങ്ങനെയായി പോവും, അതായത് ഇനി ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ വിഷമമുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അവരുടെ മനസ്സ് അനുവദിക്കാത്തൊരു സിറ്റുവേഷൻ കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ടെൻഡൻസി അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അവർക്കതിന് അവർ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു തീരുമാനത്തിലോട്ട് അവർ എത്തുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ എത്താത്തതിൻ്റെ റീസൺ അവരുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരണം, അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഒരുപാട് ടെൻഷനും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി, അവരുടെ മനസ്സിനകത്ത് ഒരു ചേഞ്ച്, ഈ റിലേഷനിലോട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു ചേഞ്ച് അവരുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്, ദ ഹാങ്ഡ് മാൻ ആണ്. ഫോർ ഓഫ് പെന്റിക്കിൾസ് കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പേഴ്സൺ അവരുടെ ഇമോഷൻസ്, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, ഈ റിലേഷനോട് അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് എല്ലാം അവരുടെ മനസ്സിനകത്ത് ഹൈഡ് ചെയ്ത് വെക്കുവാണ്. അവരത് അവരിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അത് എക്സ്പ്രസ് ചെയ്യാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട്, കണക്ഷൻ ഉണ്ട്, അതൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നതെല്ലാം അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവരത് തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ കാണിക്കുന്നത് ഇവിടെ സ്റ്റെക്കാണ് എന്നുള്ളതാണ്. അവർ ഓരോ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ ഒരു സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു തീരുമാനം ഉടനായിട്ട്, അതായത് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഫൈവ് ഓഫ് വാൺസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു വഴക്കും പ്രശ്നങ്ങളും നടന്നതിന് ശേഷമാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സെപ്പറേഷൻ ഈ വഴക്കിൻ്റെ കാര്യങ്ങളാണ്. വഴക്കിടുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയ കാര്യങ്ങളായിരിക്കാം. അതെല്ലാം അവർ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. അതായത് എന്നാലും നിങ്ങൾ ആ രീതിയിൽ അവരോട് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ റിലേഷനിൽ അവർ നിങ്ങളോട് ഇങ്ങോട്ട് കണക്റ്റഡ് ആവാൻ വരാതിരിക്കുന്നതിൻ്റെ റീസൺ. അതായത് അവരുടെ മനസ്സങ്ങനെ സ്റ്റെക്ക് ആവുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിലേക്ക് ഇങ്ങനെ വരും, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വാക്കുകളും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിനെ എത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഇല്ല. നിങ്ങൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും വിഷമം ഉണ്ടാവാം, അതായത് ഇവരിങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴക്ക് വന്നതിൻ്റെ മാനസികമായിട്ടുള്ള പെയിൻ നിങ്ങൾക്കും ഉണ്ടാവാം കേട്ടോ. നോക്കട്ടെ. നൈറ്റ് ഓഫ് വാൺസ് എനർജിയാണ് ഇവിടെ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നാണ് നിങ്ങളുടെ മാനസികാവസ്ഥ. പക്ഷെ അവർക്ക് ഇത് സംസാരിക്കാൻ വരാൻ അവർക്ക് അവരുടെ മാനസികാവസ്ഥ സമ്മതിക്കുന്നില്ല. അത്ര പെട്ടെന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിലോട്ട് വരാതിരിക്കാൻ അവരെ തന്നെ കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് വരണം, എന്നിട്ട് ഇതൊന്ന് സംസാരിച്ച് തീർക്കണം, എന്നാലേ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കും ഇഷ്യൂസും നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി റിലേഷനെ കുറിച്ച്, അതായത് മറ്റൊരു റിലേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ചോദിച്ചാലോ എന്നുള്ളൊരു ഡൗട്ടും അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷനും നിങ്ങളുടെ മുന്നിലോട്ട് അവർ വരുമ്പോൾ നിങ്ങൾ എല്ലാ രീതിയിലും അവരെ ചോദ്യം ചെയ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അവർ മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് അവർ കംപ്ലീറ്റ്ലി ഒരു അകൽച്ച വെച്ച് നിൽക്കുവാണ്, ഒരു മാനസികമായിട്ടൊരു അകൽച്ചയിലോട്ട് അവർ പോവുകയാണ് എന്നുള്ളതാണ് കേട്ടോ. ദ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. അവരുടെ മനസ്സിൽ അത്രയും പെയിനാണ്, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അത്രയും പെയിനാണ്. പക്ഷേ നിങ്ങളിലേക്ക് വന്നാൽ ശരിയാവില്ല, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പുറത്തെടുക്കും എന്നുള്ള പേടി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ വരാതിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും അവർക്ക് ഒരുപാട് നാൾ ഈ ഒരു പെയിൻ വെച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. 8 ഓഫ് വാൺസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, അവർക്കൊരിക്കലും ഒരുപാട് കാലം നിങ്ങളോട് സംസാരിക്കാതെ അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, നിങ്ങളെ കാണാതെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇൻഡിസിസീവ് എന്നാണ് കാണിക്കുന്നത്. അവർക്കറിയാം അവർ ഈ എടുത്ത ഡിസിഷൻ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഈ ഒരു മാറി നിൽക്കൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം എന്നാണ് കാണിക്കുന്നത്. 8 ഓഫ് വാൺസിൻ്റെ എനർജി ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കോൺവെർസേഷനാണ് വന്നിട്ടുള്ളത്. അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർ സത്യം പറഞ്ഞാൽ ഈ മാറി നിൽക്കൽ അവർക്കൊരു സംതൃപ്തി ഒരിക്കലും നൽകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് ആ ഒരു വിഷമവും പെയിനും അവരിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബ്രോക്കൺ എന്നാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സത്രയും മുറിവേൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ട് അവരത്രയും തകർന്നാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ്, യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നോക്കാം, ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഇറ്റ്സ് അപ് ടു യു എന്നാണ് കാണിക്കുന്നത്. എല്ലാം നിങ്ങളിലാണ്. ഈ റിലേഷൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് അതിലൊരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ.
ഇഫ് യു ബിലീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനോട് നിങ്ങൾക്ക് എത്രമാത്രം ഒരു വിശ്വാസമുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോവുക. ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം ആണ് പ്രധാനം. അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഡോണ്ട് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻ എൻഡ് ആയി പോകുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഇത് എൻഡ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഉത്രാടം, പൂരാടം, ജൂലൈ 1990, രേവതി 1995, മെയ്, അനീഴം, ലെറ്റർ എം, ലെറ്റർ യു, സെപ്റ്റംബർ, ഒക്ടോബർ, ലെറ്റർ ടി, ഉത്രട്ടാതി 1986. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.